നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു അഴിമതി കഥയുടെ ചുരുളഴിയുകയാണ്. പതിവ് പോലെ തന്നെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുമാണ് ഈ കേൾക്കുന്നത്. ഒരു സാധാരണക്കാരൻ നികുതിപ്പണം എങ്ങനെയാണ് ചില രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി കൊള്ളയടിക്കപ്പെടുന്നത് എന്നതിന്റെ ഭീകരമായ ചിത്രമാണ് ഇന്ന് BJP സംസ്ഥാന നേതൃത്വം പുറത്തുവിട്ടത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേവലം ഒരു അഴിമതിയെ കുറിച്ചല്ല, മറിച്ച് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് CPM ഭരണത്തിന്റെ പ്രധാനികളിൽ ഒരാളായ മേയർ ഊട്ടിയെ പാവയാക്കിക്കൊണ്ട് പുറത്തു വന്നവയും അല്ലാത്തവയുമായി 40ഓളം വൻ അഴിമതികളാണ് കോർപ്പറേഷനിൽ ചെയ്തു കൂട്ടിയത് എന്ന ഞെട്ടിക്കുന്ന സത്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന അടുക്കള മാലിന്യം പോലും ഈ ഭരണകൂടത്തിന് കോടികൾ തട്ടിയെടുക്കാനുള്ള ഉപകരണമായിരുന്നു. 2016 മുതൽ 2025 വരെ നടപ്പിലാക്കിയ 15.5 കോടി രൂപയുടെ കിച്ചൺ ബിൽ പദ്ധതിയിൽ ടെൻഡർ നിയമങ്ങൾ കാറ്റിൽ പറത്തി നടന്ന ഒരു പെരുങ്കൊള്ള. ഇതിന്റെ കൂടെ യോഗ്യതയുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഞ്ചിച്ച് പിൻവാതിൽ വഴി പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നും കത്തെഴുതിയ നിയമന കുംഭകോണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തലസ്ഥാന നഗരി അഴിമതിയുടെ ഒരു ചരിത്ര സ്മാരകമായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഭരിച്ച് കേരളം മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരിയും നശിപ്പിച്ചു എന്ന് BJP തുറന്നടിച്ചത് വെറുതെയല്ല. അഴിമതിയുടെ കറ പുരളാത്ത ഒരിടം പോലും തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് അവശേഷിക്കുന്നില്ല. ഈ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടിന്റെ ഫലമായി ഉത്തരം കിട്ടാതെ കിടക്കുന്നത് ഏകദേശം 86 കോടിയിലധികം രൂപയുടെ പൊതുഫണ്ട് വിനിയോഗ ഫയലുകളാണ്. ഈ ഞെട്ടിക്കുന്ന കണക്കുകൾക്ക് ഭരണകൂടം ഉത്തരം നൽകേണ്ടതുണ്ട്. പക്ഷെ മിണ്ടില്ല. BJP ഇന്ന് പുറത്തുവിട്ട വിവരങ്ങൾ കേവലം ആരോപണങ്ങളല്ല, കൃത്യമായ രേഖയുടെ പിൻബലത്തോടെയാണ് ഈ വെളിപ്പെടുത്തലുകൾ. ഈ ഭരണകാലയളവിൽ മേയർ ഊട്ടി നടത്തിയതായി ആരോപിക്കപ്പെടുന്ന 40ഓളം അഴിമതികളിൽ ഈ ഒരെണ്ണം ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു കൊണ്ടുവരുന്നത്. സാധാരണ പൗരന്മാരുടെ നിത്യജീവിതത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവന്ന പദ്ധതി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ കൊള്ളയ്ക്ക് വേണ്ടി വേദിയായി മാറുന്നത്? ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നീക്കിവെച്ച 15.5 കോടി രൂപയുടെ പദ്ധതി കോർപ്പറേഷന്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഈ പദ്ധതിയുടെ കരാർ നൽകുന്നതിൽ മുഴുവൻ ടെൻഡർ നടപടികളും ചട്ടവിരുദ്ധമായി അട്ടിമറിക്കപ്പെട്ടു. പൊതുമരാമത്ത് രംഗത്ത് പാലിക്കേണ്ട സുതാര്യതയും മത്സരക്ഷമതയും ഇവിടെ പൂർണ്ണമായും ഇല്ലാതാക്കി. കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് നേരിട്ട് കരാർ നൽകാൻ തീരുമാനിച്ചത് കരാറിലെ കമ്മീഷൻ ഇടപാടുകൾ വ്യക്തമാക്കുന്നതായി BJP ആരോപിക്കുന്നു. സർക്കാർ ഖജനാവിന്റെ പണം ചില വ്യക്തികൾക്ക് വേണ്ടി വഴിതിരിച്ചു വിട്ടു. ഈ അഴിമതി പുറത്തു വന്നപ്പോൾ കേസ് സത്യസന്ധമായി അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് പകരം അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസ് വഴിതിരിച്ചു വിടാനും സത്യം മൂടിവെക്കാനും ശ്രമിച്ചു. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഈ നാടകം മാത്രമായിരുന്നു ഈ അന്വേഷണം എന്ന് പറയുന്നത്. 40 അഴിമതികളുടെ പട്ടികയിലെ രണ്ടാമത്തെ പ്രധാന വിഷയം കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനങ്ങളാണ്. കോർപ്പറേഷന്റെ ഭരണത്തിന്റെ തലപ്പത്തുള്ളവർ ഔദ്യോഗിക ലെറ്റർ പാഡുകൾ ഉപയോഗിച്ച് യോഗ്യതയുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ വഞ്ചിച്ച് പാർട്ടിക്കാർക്ക് ജോലി നൽകാൻ രഹസ്യമായി ലിസ്റ്റുകൾ തയ്യാറാക്കി. ഇത് PSC പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു. അഴിമതിയുടെ തുടർച്ച എന്ന് തന്നെ ഇതിനെല്ലാം പറയാം. മാലിന്യ സംസ്കരണം, നിയമനം എന്നിവ കൂടാതെ റോഡ് നിർമ്മാണം, ലൈഫ് മിഷൻ ഭവന പദ്ധതികൾ, നഗരത്തിലെ മറ്റ് വലിയ വലിയ കരാറുകൾ എന്നിവയിലെല്ലാം ഈ 40 അഴിമതികളുടെ കറുത്ത കൈകൾ എത്തിയിട്ടുണ്ട്. ഇനിയും പുറത്തുവരാത്തത് വേറെയും. പുറത്തുവരാത്ത തട്ടിപ്പുകൾക്ക് പിന്നിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നും BJP ആരോപിക്കുന്നുണ്ട്. ഈ ഞെട്ടിക്കുന്ന കണക്കുകളും 40 അഴിമതികളുടെ പട്ടികയും തെളിയിക്കുന്നത് ഇടതുപക്ഷ ഭരണം കേരളത്തെയും തലസ്ഥാന നഗരത്തെയും എവിടേക്കാണ് എത്തിച്ചത് എന്നാണ്. അനധികൃത ഫയലുകളുടെ കണക്ക്, അതായത് ഉത്തരം കിട്ടാതെ കിടക്കുന്ന 86 കോടിയിലധികം രൂപയുടെ പൊതുഫണ്ട് വിനിയോഗ ഫയലുകൾ ഈ ഭരണകൂടം പൊതുപ്പണത്തെ എത്ര ലാഘവത്തോടെയാണ് കണ്ടിരുന്നത് എന്ന് തെളിയിക്കുന്നു. ഓർക്കൂ, എന്റെയും നിങ്ങളുടെയും എല്ലാം പണമാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിന് ഈ കണക്കുകൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരും. പക്ഷേ നാണമില്ലല്ലോ, അല്ലെ? വികസനത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന CPM യഥാർത്ഥത്തിൽ പാർട്ടി താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുകയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നിട്ട് എന്തൊക്കെ ശരിയായി? അഴിമതിയുടെ കറപറ്റാത്ത ഒരിടം പോലും തിരുവനന്തപുരത്തില്ല എന്നല്ല, കേരളത്തിലേ ഇല്ല. BJPയുടെ വാക്കുകൾ ഈ ഭരണത്തിന്റെ പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഈ അഴിമതിയുടെ ഭീകരമായ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ BJPയുടെ പ്രസക്തിയും വർദ്ധിക്കുകയാണ്. അവർ വെറുതെ വിമർശനം ഉന്നയിക്കുകയല്ല, മറിച്ച് തലസ്ഥാന നഗരിക്ക് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുകയാണ്. അതെ, ഇത് തീർച്ചയായും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്. BJP സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. തെളിവുകൾ സഹിതം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത തുറന്നുകാട്ടി.
വ്യക്തമായ വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഇന്ന് എത്തുന്നത്. BJP ഊന്നി പറയുന്നത് തങ്ങൾക്ക് വികസനം മാത്രമാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ്. അവർക്ക് അഴിമതിയെ എങ്ങനെ വേരോടെ പിഴുതെറിയണം, നഗരത്തിലെ മാലിന്യം എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യണം, എങ്ങനെ സുതാര്യമായി ഭരണത്തിലൂടെ യുവാക്കൾക്ക് ജോലി നൽകണം എന്നതിനെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടും പദ്ധതികളുമുണ്ട്. അഴിമതിയിൽ മുങ്ങിയ CPM ഭരണത്തിനില്ലാത്തത് ഈ ദീർഘവീക്ഷണം തന്നെയാണ്. അവരെ സംബന്ധിച്ച് വെറുതെ ഒരുപാട് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത്. മേയർ ഊട്ടിയുടെ നേതൃത്വത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ഈ 40ഓളം അഴിമതികൾ തിരുവനന്തപുരത്തെ ഇരുളിലാക്കി. ഈ ഇരുളിൽ നിന്ന് നഗരത്തെ രക്ഷിക്കാനുള്ള താക്കോലാണ് BJP മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ സംസ്ഥാന നേതൃത്വവും പ്രത്യേകിച്ചും ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാക്കളും തലസ്ഥാന നഗരിക്ക് വേണ്ടി തയ്യാറാക്കിയ ദീർഘവീക്ഷണം യാഥാർത്ഥ്യമായാൽ അഴിമതി മുക്ത ഭരണം എന്നത് യാഥാർത്ഥ്യമാകും. അധികാര കേന്ദ്രങ്ങളെ പാർട്ടി ഓഫീസിൽ നിന്നും മോചിപ്പിച്ച് നിയമം മാത്രം അനുശാസിക്കുന്ന ഒരു സുതാര്യമായ ഭരണം നിലവിൽ വരും. ലോകോത്തര നിലവാരം, അതെ, മാലിന്യ സംസ്കരണം, റോഡ് വികസനം, ശുദ്ധജല വിതരണം, ഭവന പദ്ധതികൾ തുടങ്ങിയവയിൽ തലസ്ഥാന നഗരി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും. നികുതിപ്പണം മോഷ്ടിച്ച ഈ ഭരണത്തിനെതിരെ ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഈ മാറ്റത്തിനായി ഈ അഴിമതികൾക്കെതിരെ പോരാടുന്ന BJPയുടെ ദൗത്യത്തെ പിന്തുണയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും തയ്യാറാകാം. ഈ വിഷയത്തിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോ മലയാളിയും അറിഞ്ഞിരിക്കാൻ വേണ്ടി പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.